പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ചും അവിടുത്തെ ദയയെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു സംഭവം കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗിയെക്കുറിച്ച് സുവിശേഷകൻ വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. 38 വർഷമായി തളർവാദം പിടിച്ച് ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ കുളത്തിൽ ആണ്ടിലൊരിക്കൽ ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വെള്ളം ഇളക്കും. ആ വെള്ളം ഇളകുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്ന വ്യക്തികൾക്ക് സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ ഈ ബെത്സൈദ കുളക്കരയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 5 വർഷം മുമ്പേ ഈ മനുഷ്യൻ ബെത്സൈദ കുളക്കരയിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ്. എന്നാൽ അവനെ സഹായിക്കാനായിട്ട് ആരുമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവൻ 38 വർഷമായി എന്നെ ഇപ്പോൾ സഹായിക്കാൻ ആരെങ്കിലും വരും എന്ന് വിചാരിച്ച് കിടന്ന വ്യക്തിയാകാം. ഇവിടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇറങ്ങിച്ചെല്ലുന്നു. ഈ ബെത്സൈദ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ കുളം ഒരു വിജാതീയ ക്ഷേത്രമാണ്. വിജാതീയ ക്ഷേത്രത്തിൻ്റെ കുളമാണ് ബെത്സൈദ കുളം. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. അപ്പോൾ ആ നാട്ടിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിരുന്നു. ഈ കുളത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് വെള്ളം ഇളക്കും, ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടുമെന്ന ഒരു അന്ധവിശ്വാസം ആ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്ന സമൂഹത്തിലാണ് പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ മനുഷ്യൻ അവിടെ കിടപ്പുണ്ട്. ഇവൻ കിടക്കുന്നത് ഒരു വിജാതീയ ക്ഷേത്രത്തിൻ്റെ കുളക്കരയിലാണ്. പ്രത്യേകിച്ചും ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു യഹൂദനാണ്. ഒരു യഹൂദനായ വ്യക്തിക്ക് ഒരിക്കലും ഒരു വിജാതീയ ക്ഷേത്രത്തിൻ്റെ കുളക്കരയിൽ പോയി കിടക്കുന്നത് വലിയ തെറ്റാണ്. കാരണം വിജാതീയർ താമസിക്കുന്ന നാട്ടിൽ കൂടെ പോലും ഒരു യഹൂദൻ പോകത്തില്ല. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് തളർവാദം പിടിച്ചു കിടന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഏറ്റുപോകണമെന്നുള്ള ആ മനസ്സിൻ്റെ മനോഭാവം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മനുഷ്യൻ ഈ കുളക്കരയിൽ പോയി കിടക്കുന്നത്. യേശു അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. പ്രിയ സഹോദരങ്ങളെ, അവൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടല്ല, അവൻ യേശുവിന് വേണ്ടി കാത്തിരുന്നിട്ടല്ല, ആരെങ്കിലും എന്നെ സഹായിക്കാൻ വരുമെന്ന് വിചാരിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ദൈവം അവനെ കാണുന്നു. ദൈവം അവനെ കാണുന്നു. ഇവൻ മാത്രമല്ല, അവിടെ പല വിഭാഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള ചെകിടരും മുടന്തരും അംഗവൈകല്യം സംഭവിച്ചവരും കാഴ്ച നഷ്ടപ്പെട്ടവരുമായിട്ടുള്ള അനേകം രോഗികൾ ഈ കുളക്കരയിൽ കിടപ്പുണ്ട്. എന്നാൽ യേശു കടന്നു വരുന്നത് ഈ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് മാത്രമാണ്. അവൻ്റെ അടുത്ത് വന്നിച്ച് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഇന്ന് പല ധ്യാനകേന്ദ്രങ്ങളിലേക്കും പല അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനെയും നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അന്ന് കർത്താവ് ഈശോ മിശിഹാ ചോദിച്ച അതേ ചോദ്യം ഇന്ന് എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ദൈവം ചോദിക്കുന്നുണ്ട്, സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ?
ഈ മനുഷ്യൻ മറുപടി പറയുന്നുണ്ട്, കർത്താവെ, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ കർത്താവ് അങ്ങോട്ട് കടന്നു വന്നത് എന്തിനാണ്? ഇവനെ സഹായിക്കുവാനും ഇവന് സൗഖ്യം കൊടുക്കുവാനും വേണ്ടി മാത്രമാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ആ ബെത്സൈദ കുളക്കരയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇവൻ പറയുകയാണ്, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. കാരണം ഇവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ലോകരക്ഷകനായ ദൈവമാണെന്നും ക്രിസ്തുവാണെന്നും അവനറിയില്ല. ക്രിസ്തുവിലൂടെ അവന് സൗഖ്യം കിട്ടുമെന്നും അവനറിയില്ല. ഒരുപക്ഷെ അവൻ പറഞ്ഞു പോലും കേട്ടിട്ടുണ്ടാകില്ല. യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾക്ക്, രോഗികൾക്ക് സൗഖ്യം കൊടുത്തതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ബെത്സൈദ കുളക്കരയിൽ, ഈ ക്ഷേത്രത്തിൻ്റെ കുളക്കരയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ അറിഞ്ഞിട്ടേയില്ല, പറഞ്ഞു പോലും കേട്ടിട്ടില്ല. കാരണം അവൻ്റെ ലക്ഷ്യം ഇവിടെയാണ്. ഇവിടെ നിന്ന് സൗഖ്യം വാങ്ങിച്ചുകൊണ്ട് പോകാം, വെള്ളം ഇളകുമ്പോൾ എന്നെ ഇറക്കാൻ ആരെങ്കിലും വരും എന്ന് മനുഷ്യൻ്റെ സഹായം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദര സഹോദരി, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇന്ന് നീ നിൻ്റെ ജീവിതത്തിൽ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നീ ആരുടെ സഹായം, അല്ലെങ്കിൽ ഞാൻ ആരുടെ സഹായം പ്രതീക്ഷിച്ചാണ് ഇന്ന് കിടക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് ഞാൻ താമസിക്കുന്ന, ഞാൻ കിടക്കുന്ന സ്ഥലം ഒരു ബെത്സൈദ തന്നെയല്ലേ? ഒരു പൊട്ടക്കിണറിൻ്റെ വക്കത്തല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ അരികത്തല്ലേ നാം ഓരോരുത്തരും കിടക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, പൊട്ടക്കിണറിൻ്റെ, അതല്ലെങ്കിൽ നിരാശയുടെ, തകർച്ചയുടെ, വേദനയുടെ, രോഗത്തിൻ്റെ, പരാജയത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ ഏതനുഭവത്തിലുള്ള കിണറിൻ്റെ തീരത്താണോ ഞാനും നിങ്ങൾ കിടക്കുന്നത് എങ്കിൽ, എന്നാൽ കർത്താവിൻ്റെ അനന്തമായ ദയയും കാരുണ്യവും അതിനപ്പുറമാണ്. ഈശോ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ ദയയാണ് നമുക്കാവശ്യം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, പലതരത്തിലുള്ള പൊട്ടക്കിണറിൻ്റെ തീരത്ത് ഞങ്ങൾ കിടക്കുമ്പോഴും, മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് ഞങ്ങൾ കിടക്കുമ്പോഴും, മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിച്ച് കിടക്കുമ്പോഴും, ഞങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ, അനുഗ്രഹിക്കുവാൻ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവെ, നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.